ഇപ്പൊ എല്ലാരും 50 ലക്ഷം 1 കോടിയൊക്കെ കൊടുത്ത് മെസ്സിനെ പോയി കാണാനുള്ള തയ്യാറെടുപ്പില്ലേ? എന്നാൽ കോടികളൊന്നും ചെലവാക്കാതെ നമ്മുടെ മെസ്സിനോളം വരെ നമ്മുടെ നെയ്മർ ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ചവര് നമ്മളൊരു നാട്ടുകാരുണ്ട്, കുഞ്ഞാനിക്ക. ഞാൻ അദ്ദേഹത്തെ അവിചാരിതമായി ഇവിടെ കണ്ടുമുട്ടിയാട്ടോ. അദ്ദേഹത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. കുഞ്ഞാനിക്ക, ഇപ്പൊ നിങ്ങൾ അന്ന് ഖത്തർ പോയി നെയ്മർ നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കെട്ടിപ്പിടിച്ചു, സന്തോഷ നിമിഷങ്ങൾ. ഇപ്പൊ ഈ അർജന്റീന കേരളത്തിൽ ഇങ്ങനെ വരുമ്പോ ഈ അവസരത്തിൽ നിങ്ങൾ ചിന്തിച്ചു എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാലേ 50 ലക്ഷം ഒക്കെ പറയുമ്പോ അല്ലെങ്കിൽ 1 കോടിയൊക്കെ നമ്മൾ പറയുമ്പോ അങ്ങനെ ചിന്തിക്കണം എന്താ വെച്ചാല് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മളെ നെയ്മറിനൊക്കെ കെട്ടിപ്പിടിച്ചതും. ഞാൻ പറയണെന്ന് അറിയോ, ഈ 50 ലക്ഷം കൊടുത്ത ഒരാൾ പോയാൽ പോലും ആൾക്ക് മെസ്സി ടച്ച് ചെയ്യാൻ പോലും പറ്റിക്കൊള്ളുന്നില്ല. ഇവിടുത്തെ 50 ലക്ഷം പറഞ്ഞല്ലേ, ഞാൻ അവിടെ പോയത് ഈ നെയ്മറിനെ കണ്ട വെറും 40 റിയാലിനാണ്. 40 റിയാലാണ് ആകെ വരുന്ന 1300 റുപ്യ. എങ്ങനെയെങ്കിലും ഞാൻ നെയ്മറിനെ അല്ലെ മെസ്സിനെ എംബാപ്പേനെ ക്രിസ്ത്യാനോ റൊണാൾഡോനെ കാണുന്നില്ല. ബാക്കിയുള്ള പ്ലേയേഴ്സുകളെ എല്ലാരും ഉണ്ടായിരുന്നു. റിച്ചാലിസൺ, ആന്റണി. അത് കളി തുടങ്ങുന്നതിന്റെ മുമ്പ് ഒരു വാമപ്പിയല്ലോ കളി. അപ്പൊ ആ ടൈമിൽ തിരിച്ചു പോകുമല്ലോ, കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത്. അതായത് 7 മിനിറ്റോടെ പിന്നെ കളി തുടങ്ങാനുള്ളത്. അപ്പൊ നെയ്മർ ഇങ്ങനെ വരുന്നുണ്ട്, നെയ്മറാണ് ലാസ്റ്റ് വരുന്നത്. ആ സമയത്ത് പറയുമ്പോൾ അവർക്ക് ടൈമില്ല. ഞാൻ എന്താ പോകുന്ന വിചാരിച്ചപ്പോ മറ്റേ സെക്യൂരിറ്റിക്കാരനെ കാലത്ത് കുടിച്ചിട്ട് പറഞ്ഞു വിളിക്കാതെട്ടോ. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചോട്ടെ എന്ന് വെച്ചു. വിളിക്കാൻ പറ്റില്ല, അപ്പൊ അതിനാണ്. അപ്പൊ ഞാൻ പിന്നെ ഒന്നും നോക്കില്ല. ഞാൻ പിന്നെ ജയിലിൽ പോയാലും വളരെ ലേറ്റായി. ഒറ്റ വിളി അതില് നെയ്മന്ന് വിളിച്ചു, ഇങ്ങനെ കാട്ടി. അപ്പൊ വന്നു ആ നിമിഷം എപ്പോ നമ്മള് വീഡിയോ എടുത്ത് കണ്ടാലും നമ്മളെ മനസ്സിനുള്ള അറിയാതെ ഒരു ചെറു പുഞ്ചിരി ഏത് ഫുട്ബോൾ പ്രേമിക്കുണ്ടാവും. അതുപോലത്തെ വീഡിയോസ് ഒക്കെ മെസ്സി വരുമ്പോൾ ഉണ്ടാട്ടെ. ഞാനിപ്പോ ഇനി പ്രതീക്ഷിക്കുന്നത് അതാണ്. നമ്മളെ കേരളത്തിൽ വരുമ്പോൾ മെസ്സിനെ എങ്ങനെയും കാണണം. മെസ്സിനെ അവിടെ നിന്ന് കണ്ടിരുന്നുണ്ടോ? ക്രിസ്ത്യാനോ മെസ്സിനെ നേരിട്ട് കണ്ടു, പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഇത് ഭയങ്കര അലോഡല്ല ക്യാമറ ഒന്നും. ചിലപ്പോ നമ്മൾ ആ വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആളുകളോട് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. നിങ്ങളൊക്കെ വെറുതെ ഞാൻ വിശ്വസിക്കൂല. ഇപ്പത്തെ കാലത്ത് നടക്കൂലല്ലോ. അപ്പൊ കുഞ്ഞാനിക്ക, ഇനി കേരളത്തിൽ മെസ്സി വരാൻ വേണ്ടി പോവാണ്. ഈ മെസ്സി വരുന്നത് കൊണ്ട് കേരളത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ഗുണങ്ങൾ, കേരളത്തിന്റെ ഒരു ഫുട്ബോളിന്റെ ഇഷ്ടം ഒരു കമ്പം ലോകം മൊത്തം ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ടോ? എനിക്ക് പേടി എന്താ വെച്ചാൽ ഈ ക്രൗഡ് കാരണം എന്തെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ്. കാരണം വെച്ചാല് അത്രയും ക്രൗഡായിരിക്കും. നമ്മൾ മാക്സിമം നമ്മൾ തന്നെ സ്വയം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നടക്കും. എല്ലാ ഫുട്ബോൾ പ്രേമികളെയും പോലെ ഞാനും കുഞ്ഞാനിക്കും ഒക്കെ കാത്തിരിക്കാണ് മെസ്സിയുടെ കേരളത്തിലേക്കുള്ള കാല് കുത്തല്. അപ്പൊ കാത്തിരിക്കാം നമുക്ക് എല്ലാവർക്കും.